എന്ത് ചെയ്ത ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല അല്ലെ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ടഫൊക്കെയാണ് എന്ന് കരുതിയിരിക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. നിങ്ങളുടെ ആ ഒരു ടെൻഷനൊക്കെ മാറിക്കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാണ്. അപ്പൊ ഏകദേശം ഇപ്പൊ നിങ്ങൾ ആ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ആ ഒരു ഫോർമാറ്റ് ഒക്കെ ഏകദേശം പയ്യെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, പർച്ചേസ് എഴുതും, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതും, ഇപ്പുറത്ത് സെയിൽസ് എഴുതും, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും, ബാലൻസ് ചെയ്യും. ബാക്കി എക്സ്പെൻസ് ഒക്കെ താഴെ എഴുതും, ബാക്കി ഇങ്ങൊക്കെ ഇപ്പുറത്ത് എഴുതും, ബാലൻസ് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് കിട്ടും. അത്രയുള്ള അതിന്റെ ഫോർമാറ്റ്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ് ആദ്യം തന്നെ ഓടിപ്പോയി അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, വേജസ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. വേജിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡൗട്ട്ഫുൾ ആയിട്ട് ഉണ്ട്, പിന്നെ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ, അതൊക്കെ നമുക്ക് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചിട്ട് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 20,000 ആണ് എമൗണ്ട്. അപ്പൊ 20,000 ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് എഴുതി. അടുത്തത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? പർച്ചേസസ് ആണ്. സോ പർച്ചേസസ് എന്ന് എഴുതാം. ക്വസ്റ്റ്യനിൽ എവിടെയാണ് പർച്ചേസ് ഉള്ളത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ പർച്ചേസ് 55,000 ഇവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് പർച്ചേസ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറയ്ക്കേണ്ട. പർച്ചേസസ് 55,000 ആണ്. സോ പർച്ചേസസ് 55,000. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസ് തിരിച്ചറിയും? ഡയറക്റ്റ് എക്സ്പെൻസ് വെച്ച് കുറച്ച് ഐറ്റംസ് നമുക്ക് എക്സാമിന് വരാറുള്ളൂ. ഒന്ന് ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, ഫ്യൂവല്, പിന്നെന്താണ്, ഈ 3 ഐറ്റംസ് ഒക്കെ, വേജസ്, ഈ 4 ഐറ്റംസ് ഒക്കെ വരാറുള്ളൂ. അത്ര എഴുതിയാൽ മതി, അതൊക്കെ വരുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാതെ ക്യാരേജ് ഇൻവേർഡ് ഉണ്ട് 1000, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആ. അപ്പൊ എഴുതാ ക്യാരേജ് ഇൻവേർഡ് 1000. അപ്പൊ ക്യാരേജ് ഇൻവേർഡ് 1000 നമ്മൾ എഴുതി. പിന്നെ അടുത്ത ഐറ്റം നോക്കാം, വേജസ് ഉണ്ട്. അപ്പൊ വേജ് നോക്കുമ്പോൾ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വേജിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ? പ്രീപെയ്ഡ് 500, 500 രൂപ നേരത്തെ കഴിഞ്ഞ കൊല്ലം അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അടച്ചതായതുകൊണ്ട് അത് പിന്നെ ഇത്തവണ കാണിക്കണ്ടല്ലോ. അപ്പൊ ഇത്തവണ നമ്മൾ അത് കുറയ്ക്കും. ഓക്കെ, പ്രീപെയ്ഡ് ആയതുകൊണ്ട് കുറയ്ക്കും. അപ്പൊ 2000 വേജസ് എന്ന് എഴുതാം. ഓക്കെ, വേജസ് എന്ന് എഴുതിയിട്ട് വേജസ് 2000 എന്ന് എഴുതാ. എന്നിട്ട് അതിൽ നിന്ന് ലെസ് പ്രീപെയ്ഡ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം അടച്ചു. അപ്പൊ പിന്നെ ഇത്തവണ അത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ 500 കുറച്ച് കഴിഞ്ഞാൽ 1500 ആണ് വേജിന്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, പിന്നെ നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡെറ്റേഴ്സ്, റെന്റ്, സാലറി, ഡ്രോയിങ്സ്, ബിൽഡിംഗ്, സെയിൽസ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ക്യാപിറ്റൽ, വേറെ ഒന്നുമില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് നിലവിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ഇവിടെ എന്ത് എഴുതണം? സെയിൽസ് എഴുതണം അല്ലെ? അപ്പൊ സെയിൽസിന്റെ എമൗണ്ട് ഇവിടെ തപ്പി നോക്കാം. സെയിൽസ് 80,000 ഇവിടെ കിടക്കുന്നുണ്ട്. ആ സെയിൽസ് എഴുതി 80,000. ലാസ്റ്റ് ആയിട്ട് എന്താ എഴുതേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണം. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടി 16,000, അതും എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് 16,000. സോ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം, ക്രെഡിറ്റ് സൈഡിൽ തന്നെ കൂടുതൽ 96,000. ഈ 96,000 നിന്ന് ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 18,500 ആണ് ഡിഫറൻസ് കിട്ടാം. ഇതെന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മളിവിടെ ക്യാരി ഡൗൺ ചെയ്യും. അടുത്ത കൊല്ലത്തേക്ക് ഗ്രോസ് പ്രോഫിറ്റിന് ഇപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞിട്ട് 18,500 എഴുതും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ മക്കളെ, നമ്മൾ +1ന്റെ +2ന്റെ മെഗാ റിവിഷൻ ബാച്ച് ഉണ്ട് കേട്ടോ. +1ന്റെ ഇല്ലാന്ന് കരുതിയിരുന്നവരുണ്ടെങ്കിൽ ഒട്ടും വരീഡ് ആകണ്ട. +1ന്റെ മെഗാ റിവിഷൻ ബാച്ച് ഉണ്ട്, +1ന്റെ ഇംപ്രൂവ്മെന്റ് ബാച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഡൗട്ട് ഉണ്ടാവും, ഒരു മാസം കൊണ്ട് പഠിപ്പിച്ച് തീരൽ മാത്രമല്ല, നിങ്ങൾ പഠിച്ചും കഴിയും കേട്ടോ. ഒരു മാസം നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി, ഒരു കൊല്ലത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കൊമേഴ്സ് സബ്ജക്ട്സിന്, സയൻസിന്റെ എനിക്കറിയില്ല, കൊമേഴ്സിന് അത്രയും നമുക്ക് മതി. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ ഷുവർ ആണ് നിങ്ങളുടെ മാർക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാകും കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഹായ് +1 മെഗാ റിവിഷൻ മെസ്സേജ് ചെയ്താൽ മതി. സോ നോക്കാം. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗണും ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ നമ്മൾ എഴുതി. ദെൻ ഇനി ഇതിലെ ബാക്കി എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതാം, ബാക്കി ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പൊ ബാക്കി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം, റെന്റ് ഉണ്ട് 2000. അപ്പൊ റെന്റ് 2000 എഴുതാം. റെന്റ് 2000.
Then salaries ഉണ്ട് 5000. Salaries 5000. പിന്നെ ഇവിടെ ഒന്നുമില്ല. സെയിൽസ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ക്യാപിറ്റൽ, വേറെ ഒന്നുമില്ല. നമുക്ക് അത്രേ ഉള്ളൂ. ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകണം. അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതി, വേജസ് പ്രീപെയ്ഡ് എഴുതി. മറ്റേതുണ്ട് അല്ലേ, ഡെറ്റേഴ്സിന്റെ 5% പ്രൊവിഷൻ. അപ്പൊ ഇനി ഇവിടെ എഴുതാം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. അത് ഡെറ്റേഴ്സിന്റെ 5% എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൺഡ്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് നോക്കാം. സൺഡ്രി ഡെറ്റേഴ്സ് 20,000 ആ 20,000ന്റെ 5% ഇൻറ്റു 5/100. അപ്പൊ എത്ര വരും? 1000 വരും. 1000 ആണ് പ്രൊവിഷന്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആ 1000 ആണ് പ്രൊവിഷൻ ആയിട്ട് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതുകൂടാതെ പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്താ ഉള്ളത്? ഫർണിച്ചറിന്റെ 10% ഡിപ്രിസിയേഷൻ. ഫർണിച്ചർ എത്രയാ? 10,000 അപ്പൊ 10,000ന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 വരും. സോ ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ 1000. ഓൺ ഫർണിച്ചർ 1000. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്യുമ്പോൾ 18,500 തന്നെയാണ് വലിയ എമൗണ്ട് വരുന്നത്. ഈ 18,500ൽ നിന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എമൗണ്ടുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടാം. 9,500 ആണ്. ഈ 9,500 എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എഴുതി. ഇത് നമ്മുടെ ഏറ്റവും എല്ലാവരുടെയും പേടി ബാലൻസ് ഷീറ്റ് അല്ലേ? അപ്പൊ ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, സിമ്പിളാ. അപ്പൊ ബാലൻസ് ഷീറ്റ് ചില സമയത്ത് നമുക്ക് അസറ്റിൽ ഒരു എമൗണ്ട് കിട്ടും, ലയബിലിറ്റിയിൽ ഒരു എമൗണ്ട് കിട്ടും. ഇതിൽ ഏത് കറക്റ്റ് എന്ന് അറിയാൻ പാടില്ല അല്ലെ? അതറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആദ്യം ലയബിലിറ്റി സൈഡ് എഴുതിയാൽ മതി. കാരണം ലയബിലിറ്റി സൈഡിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എഴുതിയാൽ മതി. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ ഇതിൽ നിന്ന് എഴുതണം? ബാക്കി ഐറ്റംസ് ഫർണിച്ചർ അസറ്റാ, ഡെറ്റേഴ്സ് അസറ്റ് എഴുതണ്ട, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. ഡ്രോയിങ്സ് നമുക്കിതാ ലയബിലിറ്റി സൈഡിൽ എഴുതാനുള്ള, ക്യാപിറ്റലിൽ കുറയ്ക്കാനുള്ളതാണ്. സെയിൽസ് നമ്മൾ എഴുതിയതാണ്. ക്രെഡിറ്റേഴ്സ് 5,000 ഉണ്ടല്ലോ. സോ ക്രെഡിറ്റേഴ്സ് എഴുതിക്കോ, അത് ലയബിലിറ്റിയാ. ഇപ്പൊ ക്രെഡിറ്റേഴ്സ് 5,000. ഓക്കെ, ദെൻ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് 8,000 വരുന്നുണ്ട്, അതും എഴുതണം. അതും എന്താണ്? ബാങ്ക് ഓഡി, അതും നമുക്കൊരു ലയബിലിറ്റി ആണ്, 8,000. പിന്നെ വരുന്നത് ക്യാപിറ്റൽ 60,000. അപ്പൊ ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് ഇന്നർ കോളത്തിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ക്യാപിറ്റൽ 60,000. ഇതിന്റെ കൂടെ 1-2 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. എന്തൊക്കെ ആഡ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയ 9,500 ആഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്ന ഡ്രോയിങ്സ് കുറയ്ക്കണം. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡ്രോയിങ്സ് എത്രയാ? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡ്രോയിങ്സ് 10,000 ഈ 10,000 നമ്മൾ കുറയ്ക്കുകയും വേണം. എന്നിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ക്യാപിറ്റലിന്റെ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. സോ അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഔട്ടർ കോളത്തിൽ 59,500 വരും. ഓക്കെ, 59,500 വരെ അത് എഴുതി. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ലയബിലിറ്റി സൈഡിൽ ഉണ്ടോ എന്ന് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കുമ്പോൾ അങ്ങനെ വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് ഇല്ല. ഇനി ബാക്കി അസറ്റ് സൈഡ് നോക്കിയാൽ മതി. അപ്പോൾ ലയബിലിറ്റി സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയി. ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എടുത്ത് നോക്കിയാൽ അത് അസറ്റ് സൈഡിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നോക്കാം ഈ കൂട്ടത്തിലെ ബാക്കി കാര്യങ്ങൾ. ഫർണിച്ചർ 10,000 എഴുതണം. ഫർണിച്ചർ 10,000 എഴുതുമ്പോൾ ഒരു കാര്യം, ആദ്യം തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതിക്കോ. അത് ഏറ്റവും നല്ലത്. ക്യാഷ് ഇൻ ഹാൻഡ് ആദ്യം എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ചോദ്യത്തിൽ ഉണ്ടാവുമല്ലോ. ക്യാഷ് ഇൻ ഹാൻഡ് 8,000 അത് ആദ്യം എഴുതിക്കോളാം കേട്ടോ. വേറെ അങ്ങനെ വലിയ ഓർഡർ ഒന്നും വേണ്ട. ക്യാഷ് ഇൻ ഹാൻഡ് 8,000 ആദ്യം എഴുതിക്കോളാം. ദെൻ ഫർണിച്ചർ 10,000 ആയിരുന്നു. അതില് ഡിപ്രിസിയേഷൻ നമ്മൾ 10%, 1000 രൂപ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തില്ലേ, ആ 1000 കുറച്ചിട്ടുള്ള 9,000 ആണ് ഫർണിച്ചറിന്റെ എമൗണ്ട് എഴുതണ്ടേ. പിന്നെ അസറ്റുകൾ വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഡെപ്റ്റേഴ്സ് ഉണ്ട് 20,000. 20,000ൽ നിന്നും 5% അതായത് 1000 രൂപ പ്രൊവിഷൻ കുറയ്ക്കണം. അപ്പൊ ഡെപ്റ്റേഴ്സ് 20,000, അതിൽ നിന്ന് ലെസ് പ്രൊവിഷൻ 1000. അപ്പൊ 19,000 ആണ് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് വരുന്നത്. പിന്നെ ഏത് അസറ്റ് എഴുതാനുള്ളത്? ഡ്രോയിങ്സ് നമ്മൾ എഴുതി. ബിൽഡിംഗ് 20,000. ബിൽഡിംഗ്
20,000. Then പിന്നെ ഏതാ നമുക്ക് എഴുതാനുള്ളത് നോക്കാം. സെയിൽസും ഇതൊക്കെ നമ്മൾ എഴുതി. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 16,000. അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കി എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്ക് 16,000. പിന്നെ ഇവിടെ വേജസ് പ്രീപെയ്ഡ് ആണ്. വേജസ് പ്രീപെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി അടച്ചു. മുൻകൂട്ടി അടയ്ക്കുമ്പോൾ നമുക്കതൊരു ആശ്വാസമല്ലേ? ആശ്വാസം ആയതുകൊണ്ട് ഈ 500 രൂപയെ നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്? അസറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. സോ വേജസ് പ്രീപെയ്ഡ് 500. ബാക്കി രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആ പ്രൊവിഷനും ഡിപ്രിസിയേഷനും എല്ലാം നമ്മൾ എഴുതി. അപ്പൊ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാനുള്ളൂ. ഇത് ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 72,500 എന്ന് ടാലി ആയിട്ട് കിട്ടും. സിമ്പിൾ ആണ് ബാലൻസ് ഷീറ്റ് പ്രോബ്ലംസ്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. ബാലൻസ് ഷീറ്റ് ടാലി ആകുകയും ചെയ്യും. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.